പാഠം 598. കണക്ക് കൂട്ടലിന്റെ ശാസ്ത്രം. ഇൻഷുറൻസ് കമ്പനി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. പ്രതിക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു. പണം നഷ്ടമായ 50-ലധികം പേരാണ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. കഷ്ടം. എത്ര അബദ്ധങ്ങളിൽ ചാടിയാലും നമ്മുടെ നാട്ടിലുള്ളവർ പഠിക്കില്ല. ഇവരെയൊക്കെ നല്ല ചൂഴലിനടിക്കാണ് വേണ്ടത്. എന്താണ് സാർ രാവിലെ വലിയ ദേഷ്യത്തിലാണല്ലോ? എങ്ങനെ ദേഷ്യവരായിരിക്കും? പത്രം തുറന്നു നോക്കിയാൽ തട്ടിപ്പിന്റെ കഥകൾ മാത്രമേ ഉള്ളൂ. ഈ ആളുകളൊക്കെ എത്ര അബദ്ധം പറ്റിയാലും പഠിക്കാത്തതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്റെ മോഹനേട്ടാ, മനുഷ്യനുണ്ടായ കാലം മുതലേ ഈ തട്ടിപ്പുകളൊക്കെ ഉള്ളതല്ലേ. ഇനി മനുഷ്യൻ ഉള്ളിടത്തോളം കാലം അതൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതിലിങ്ങനെ ശോഭിച്ചിരുന്ന ഒരു കാര്യമില്ല. നീ എങ്ങനെ? കാരണം നീ ഒരു വക്കീലാണ്. തട്ടിപ്പുകാരും കൊലപാതകികളും കള്ളന്മാരും ഉണ്ടെങ്കിലേ വക്കീലന്മാർക്ക് ജോലി ഉണ്ടാവും. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നന്നായാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താ ജോലി? ഒന്നുമില്ല. മഹാബലിയുടെ കാലത്ത് കേരളത്തിൽ അങ്ങനെയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്നായിരുന്നല്ലോ അന്നത്തെ ശീലം. പിന്നെ അങ്ങനെ ഒരു കഥ വായിച്ചിട്ടുള്ളത് തോമസ് മോറിന്റെ ഉട്ടോപ്യ എന്ന കഥയിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉട്ടോപ്യ എന്ന സാങ്കല്പിക ലോകത്ത് യാതൊരു കള്ളത്തരവും ചതിയുമില്ലാത്ത ഒരു സമൂഹം ജീവിച്ചിരുന്നു എന്നാണ് ആ കഥ. പക്ഷേ അതും വെറും കഥയാണ്. ഒരു വക്കീലായി പോയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജയിക്കാൻ നിനക്ക് നല്ല വിരുദുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കം ജയിക്കാൻ ഞാൻ പഠിച്ചത് മോഹനേട്ടന്റെ അടുത്തുനിന്നല്ലേ? അക്കാര്യത്തിൽ എന്റെ മോഹനേട്ടൻ ഒരു യൂണിവേഴ്സിറ്റി അല്ലേ? അത് പോട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? ഏതോ ഒരുത്തൻ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് 50 പേരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു വന്നു. ഇവരൊക്കെ എന്ത് മണ്ടന്മാരാ! ഒരാളെ കാണുമ്പോ തന്നെ അറിഞ്ഞൂടെ അയാൾ മാനിനാണോ തട്ടിപ്പുകാരനാണോ എന്ന്? അതെങ്ങനെ അറിയാൻ പറ്റും മോഹനേട്ടാ? ഭാമേ, ഇതിനാണ് ജീവിത അനുഭവങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഓരോ കണക്കൂട്ടലുണ്ടാവണം. ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുൻപ് അതുണ്ടാക്കിയേക്കാവുന്ന ദോഷങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ലാഭവും നമ്മൾ കണക്കൂട്ടിയിരിക്കണം. അതുപോലെ ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾ ഏത് തരക്കാരനാണ് എന്ന് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റണം. കണക്കുകൂട്ടലുകൾക്ക് മനുഷ്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ കണക്കൂട്ടലുകൾ നടത്തിയാണ് മോഹനേട്ടൻ ജീവിക്കുന്നത്. അതെ, മോഹനേട്ടന്റെ എല്ലാ കണക്കൂട്ടലുകളും ശരിയായിരുന്നു. എന്താണ് ഉണ്ടായിട്ട് മുട്ടിപ്പോയോ? മോഹനേട്ടാ, വെറുതെ ഇങ്ങനെ കണക്കൂട്ടാൻ ആർക്കും പറ്റും. പക്ഷേ ആ കണക്കൂട്ടൽ ശരിയാക്കാനാണ് പാട്. മോഹനേട്ടൻ ഏതെങ്കിലും ഒരു കണക്കൂട്ടല് ഇതുവരെ ശരിയായിട്ടുണ്ടോ? എന്റെ ഒരേ ഒരു കണക്കൂട്ടലേ ഇതുവരെ തെറ്റിട്ടുള്ളൂ. ആ തെറ്റിന്റെ ഫലമാണ് നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ആ ഫോൺ എടുത്തതിന് ശേഷം ഇങ്ങനൊരു സാധനം. ഹലോ, അതെ, ഉണ്ട് കൊടുക്കാം. ഭാമേ, ഒരു നിമിഷം. ആരാ? വിദ്യാലക്ഷ്മി. ആ വിദ്യ എന്തായി? അതെയോ? ഇത് വലിയ ചതിയായി പോലോ. ഇനി സോമൻകുട്ടി എവിടെ പോയി കണ്ടുപിടിക്കും? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ കിട്ടാനുള്ള പൈസ മുഴുവൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കോളെന്ന്. ആ പൈസ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. കഷ്ടം തന്നെ. ഞാൻ ഓഫീസിലേക്ക് വരാം. എന്ത് പറ്റി? സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വക്കീലിനെ ഏതോ കക്ഷി പറ്റിച്ചിട്ട് പോയി എന്നാണ്. ഒരു സോമൻകുട്ടി വിദ്യാലക്ഷ്മി വഴി വന്ന കേസാ. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ചോദിച്ചില്ല. വിദ്യ വാങ്ങിക്കോളൂന്ന് ഞാൻ കരുതി. 4-5 മാസം കൊണ്ട് കേസ് പഠിച്ചു ബാധിച്ച് ജയിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവിന്റെ കോപ്പി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് സോമൻകുട്ടി മുങ്ങിയതാ. പിന്നെ ഒരു വിവരമില്ല. ഇതിനെയാണ് കടുവയെ കിടുവ പിടിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾ വക്കീലന്മാർ നാട്ടുകാരെയും കോടതിയെയും പറ്റിക്കുന്നു. നിങ്ങളുടെ കക്ഷികൾ നിങ്ങളെ പറ്റിക്കുന്നു. മോനേട്ടാ, എനിക്കൊരു പ്രശ്നം വരുമ്പോ കളിയാക്കാതെ ഒന്ന് കൂടെ നിന്നാൽ എന്താണ്? രൂപ 1-2 അല്ല 20,000 സോമൻകുട്ടി തരാനുള്ളത്. 10,000 വിദ്യക്ക് കൊടുത്ത് ബാക്കി 10,000 എനിക്ക് എടുക്കാമായിരുന്നു.
കാശ് വിട്ടിട്ട് എന്തൊക്കെ ചെയ്യാനിരുന്നോ ഞാൻ. ഭാമേ, നീ ഈ വക്കീൽ പണി തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? ഇത്രയും കാലമായിട്ടും ഒരു കേസ് വാദിച്ചാൽ അതിന്റെ ഫീസ് വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് നീ ഇതുവരെ പഠിച്ചില്ല. മനുഷ്യന് ജീവിതത്തിൽ കണക്കൂട്ടലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കി. ഇപ്പോഴോ സോമൻകുട്ടി കേസുമായി വരുമ്പോൾ തന്നെ അയാളെ പറ്റി മനസ്സിലാക്കണമായിരുന്നു. ഒരാളുടെ മുഖത്ത് നോക്കി 10 മിനിറ്റ് സംസാരിച്ചാൽ അയാളെ പറ്റി എല്ലാം നമുക്ക് മനസ്സിലാവണം. ഞാൻ പഠിച്ചത് നിയമമാണ്, ലക്ഷണശാസ്ത്രമല്ല. കണ്ടോ, ഒരു കാര്യം പറഞ്ഞപ്പോ പിന്നെ ധിക്കാരം. സോമൻകുട്ടിയോട് സംസാരിച്ചത് ഒരുപക്ഷെ ഞാനായിരുന്നുവെങ്കിൽ അയാളെ പറ്റി എല്ലാം എനിക്ക് മനസ്സിലാകുമായിരുന്നു. കേസ് ജയിച്ചു കഴിയുമ്പോ ഇയാൾ പറ്റിച്ചിട്ട് പോകും എന്ന് ഞാൻ അപ്പോഴേ മനസ്സിലാക്കും. മുഴുവൻ ഫീസും അഡ്വാൻസ് ആയിട്ട് വാങ്ങും. അപ്പോ ഇതുപോലുള്ള അബദ്ധങ്ങളെ പറ്റില്ല. മോഹനേട്ടാ, ഇതെല്ലാം ചുമ്മാ പറയാൻ കൊള്ളാന്നേ ഉള്ളൂ. ആളുകൾ ഓഫീസിൽ വന്ന് വളരെ മാന്യമായിട്ടും അന്തസ്സായിട്ട് സംസാരിക്കുമ്പോ അവരുടെ സ്വഭാവം അങ്ങനെയാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. അപ്പൊ മുഴുവൻ പൈസ അഡ്വാൻസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുമോ? അത് ആളെ മനസ്സിലാക്കാനുള്ള നിന്റെ കഴിവില്ലായ്മ. ആ കഴിവില്ലായ്മ കൊണ്ട് ഇന്ന് നിനക്ക് പോയത് രൂപ 10,000. ഭാമേ, ഇനിയെങ്കിലും ജീവിതത്തെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും ശരിയായി കണക്ക് കൂട്ടാൻ നിനക്ക് പറ്റിയില്ല എങ്കിൽ ഒരുപാട് 10,000 രൂപകൾ ഇനിയും പോകും. കഷ്ടം കഷ്ടം. മോഹനേട്ടാ, ഒരാൾ ചെയ്യുന്നതൊക്കെ തെറ്റായി കാണണമെന്ന് തീരുമാനിച്ച പിന്നെ അങ്ങനെ കാണാൻ പറ്റും. ഒരാൾ എന്നെ പറ്റിച്ചു എന്ന് കേൾക്കുമ്പോൾ പറ്റിച്ച ആളോടുള്ള ദേഷ്യമല്ല മോഹനേട്ടന് തോന്നുന്നത്, പറ്റിക്കപ്പെട്ട എന്നോടുള്ള പുച്ഛമാണ്. ഇതാണ് മോഹനേട്ടന്റെ പ്രശ്നം. ഇതെങ്ങനെ ഒരു പ്രശ്നമാകും? ഭാമേ, നിന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഒരാൾ നിന്നെ പറ്റിച്ചതിന് അയാളോട് ദേഷ്യപ്പെടുന്ന കാര്യം? ഞാനിതിൽ എന്ത് തെറ്റാ മോഹനേട്ട ചെയ്തത്? വിദ്യാലക്ഷ്മിയാണ് സോമൻകുട്ടിയുടെ കേസ് കൊണ്ടുവന്നത്. വിദ്യയാണെങ്കിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളും. വിദ്യ കൊണ്ടുവന്ന ഒരു കേസ് ഏൽക്കുന്നതിന് മുന്നേ എനിക്ക് അഡ്വാൻസ് കിട്ടണം എന്ന് ഞാൻ എങ്ങനെ പറയാനാണ്? തൊഴിലിൽ സൗഹൃദം കൂട്ടിക്കുഴച്ച് അബദ്ധങ്ങളിൽ ചാടരുത്. സൗഹൃദങ്ങൾ നിലനിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുള്ളത്. മോഹനേട്ടൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഈ ഭൂമിയിൽ മോഹനേട്ടൻ ഒരൊറ്റ സുഹൃത്തു പോലുമില്ല. അതുകൊണ്ടെന്താ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എന്റെ കയ്യിലുണ്ട്. നീ അധ്വാനിച്ചിട്ടോ കാശ് തരാതെ സോമൻകുട്ടി പറ്റിച്ചിട്ട് പോയില്ലേ? കേസ് നടക്കുന്നതിനിടയിൽ വിദ്യാലക്ഷ്മി സോമൻകുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ടോ എന്നായിരുന്നല്ലോ എന്റെ ധാരണ. അവള് കൂട്ടുന്ന കക്ഷിയല്ലേ. കേസ് വിധിയായി ഉത്തരവിന്റെ പകർപ്പുമായി സോമൻകുട്ടി പോയി കഴിഞ്ഞപ്പോഴാണ് ഇതുവരെ 10 പൈസ കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. ഇതിൽ ശരിക്കും അബദ്ധം പറ്റിയത് എനിക്കല്ല, വിദ്യയ്ക്ക. നല്ല ന്യായം. എല്ലാ കണക്കൂട്ടലും തെറ്റിക്കഴിയുമ്പോ ഇത്തരം മുറന്ന ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതി. ഭാമേ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കണക്കുകൂട്ടി ജീവിക്കുന്ന എന്നെ പോലൊരാളുടെ കൂടെ ജീവിച്ചിട്ടും സോമൻകുട്ടിയെ പോലെ ആളെ പറ്റിയുള്ള നിന്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. എന്താ കാരണം? എന്റെ അടുത്ത് നിന്നും പഠിക്കേണ്ടതായിട്ടുള്ളതൊന്നും നീ പഠിച്ചില്ല. മോഹനേട്ടന്റെ അടുത്ത് നിന്ന് ഞാൻ എന്തായിരുന്നു പഠിക്കേണ്ടത്? കണക്ക് കൂട്ടലുകളിലൂടെ ജീവിക്കുക എന്നുള്ളത്. ജീവിക്കാൻ ആവശ്യമായ കണക്കൂട്ടലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് പക്ഷേ സാറിന്റെ അടുത്ത് നിന്ന് പഠിച്ചതല്ല. 1ാം ക്ലാസ്സിൽ കണക്ക് കൂട്ടാൻ പഠിപ്പിച്ച ലീലാവ ടീച്ചറുടെ അടുത്ത് നിന്ന് പഠിച്ചതാ. അല്ല പിന്നെ കാര്യം പറയുമ്പോ തമാശ. നിനക്ക് ഇനിയും കണക്കൂട്ടലുകൾ തെറ്റും. അപ്പൊ നീ പഠിച്ചോളൂ. നമസ്കാരമുണ്ട് സാർ. ആ വിശ്വംഭരന്റെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിനെ കണ്ടിട്ട് പറയാന്ന്. വിശ്വംഭരന്റെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ നിൽക്കട്ടെ. ജീവിതത്തിൽ കണക്ക് കൂട്ടലുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ഉത്തമൻ അറിയാമോ? അല്ല, അതുപോലെ മനുഷ്യ ജീവിതം തന്നെ കണക്കൂട്ടലുകളാണല്ലോ. ഉദാഹരണത്തിന് പലചരക്ക് കടയിലെ കണക്ക്, റേഷൻ കടയിലെ കണക്ക്, ഇലക്ട്രിസിറ്റി ബില്ലിന്റെയും ഫോൺ ബില്ലിന്റെയും കണക്ക്, കടം വാങ്ങിയ കാശിന്റെ പലിശയുടെ കണക്ക്, അങ്ങനെ ആകെ മൊത്തം കണക്കാണല്ലോ സാറേ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നടത്തേണ്ട ചില കണക്കൂട്ടലുകളെ പറ്റിയാണ്. അതിപ്പോ ഞാൻ അങ്ങനെ ഒരുപാട് കണക്കൂട്ടൽ നടത്താറില്ല സാറേ. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാ അതങ്ങ് ചെയ്യും, അത്ര തന്നെ. അത് പോരാ. നമസ്കാരം. അങ്ങനെ വേണ്ടത്ര കണക്കൂട്ടലുകളില്ലാതെ ഒരു കാര്യം ചെയ്താൽ
വലിയ അബദ്ധങ്ങൾ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. എന്നെ കണ്ടുപിടിക്കൂ. ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പും 1 അല്ല 10 അല്ല 50 അല്ല 100 വട്ടം ആലോചിക്കും. അതുകൊണ്ട് മോഹനേട്ടന് ഒരിക്കലും ഒരബദ്ധം പറ്റാറില്ല. അത് ഉത്തമനും സംസാരിക്കണ്ട. കഷ്ടപ്പെട്ട് കേസ് വാദിച്ച് ജയിച്ചിട്ട് അതിന് ഫീസ് വാങ്ങാൻ പോലും കഴിവില്ലാത്ത നിനക്ക് സംസാരിക്കേണ്ട അവകാശമില്ല. സോമൻകുട്ടി എന്ന നിന്റെ കക്ഷിയെ ഞാനായിരുന്നു കണ്ടിരുന്നുവെങ്കിൽ എന്താ സാറേ? ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ കള്ളനാണ് എന്ന് എനിക്ക് മനസ്സിലായത്. എങ്കിൽ പിന്നെ വില്യാംസിലെ പണി കളഞ്ഞ് പോലീസിൽ ചേരാൻ പാടില്ലായിരുന്നു. അല്ല, കള്ളന്മാരെ ഒറ്റനോടെ തന്നെ തിരിച്ചറിയാൻ പറ്റിയ കാര്യങ്ങൾ എളുപ്പമില്ലേ? ഇതൊക്കെ ചുമ്മാ പറയുന്നല്ലോ മോഹനേട്ടാ. ഒരാളെ കണ്ടാലൊന്നും അയാളുടെ ഉള്ളിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മോഹനേട്ടന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. കണ്ടാൽ എന്തേലും കുറവുണ്ട്? മാന്യൻ, സുന്ദരൻ എന്നൊക്കെയല്ലേ നമുക്ക് തോന്നും. പക്ഷെ സ്വഭാവോ എടുത്തുചാട്ടം, ദുർവാശി, മുൻകോപം, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന പോലെയല്ല ആളുകളുടെ സ്വഭാവം. ഉത്തമ മനസ്സിലായല്ലോ. എന്താ ചിരിച്ചേ? അവൾ ആ പറഞ്ഞതിൽ ഒരു ന്യായമില്ല. ബുദ്ധിയുള്ളവർക്ക് ഒരാളെ കണ്ടാൽ അയാൾ ഏത് തരക്കാരനാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഹലോ, അതെ സത്യഭാമയാണ്. ആ, നാരായണൻകുട്ടിയാണോ? എന്താ നാരായണൻകുട്ടി? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ എനിക്ക് ആ കേസ് വാദിക്കാൻ താല്പര്യമില്ലെന്ന്. നിങ്ങളെ സദാനന്ദ സാറ് പറഞ്ഞു വിട്ടതായതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ തയ്യാറായത്. അഡ്വാൻസ് അല്ലല്ലോ പ്രശ്നം, കേസല്ലേ. ഇങ്ങോട്ടോ? ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? നാരായണൻകുട്ടി, ഞാൻ ഹലോ ഹലോ ഇയാൾക്ക് ഞാൻ തോറ്റല്ലോ. എങ്ങനെയാ കേസിൽ ഞാൻ ഒഴിവാകും? കേസിൽ നിന്ന് ഒഴിവാകാനൊക്കെ വക്കീൽ ശ്രമിച്ചു തുടങ്ങിയോ? എന്തുപറ്റി? ഒരു കുഴപ്പം പിടിച്ച കേസാ മോഹനേട്ടാ. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിച്ചു. അവസാന നിമിഷം ബാങ്കുകാർക്ക് കാര്യം പിടികിട്ടി. അവര് പോലീസിൽ പരാതിപ്പെട്ടു. നാരായണൻകുട്ടിക്കെതിരെ കേസായി. ആ കേസ് വാദിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ അയാൾ എന്റെ പിന്നാലെ നടക്കുക. ഇപ്പതാ അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? എന്താ നിന്റെ ഉദ്ദേശം? ഒരു വ്യാജരേഖ ഉണ്ടാക്കി ബാങ്കിനെ പറ്റിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് വേണ്ടി നീ കേസ് വാദിക്കാൻ പോകുന്നു? ഞാൻ സമ്മതിക്കില്ല. എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ലോ മോഹനേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, സദാനന്ദൻ സാറാണ് നാരായണൻകുട്ടി എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. കേസിന്റെ കാര്യം കേട്ടപാടെ ഞാൻ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല എന്ന്. അപ്പൊ പിന്നെ കാശ് എത്ര വേണമെങ്കിലും തരാന്നായി ഈ നാരായണൻകുട്ടി. കുറെ അധികം കാശ് കിട്ടുന്നറിഞ്ഞപ്പോ നിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഇതാ ഭാമ നിന്റെ കുഴപ്പം. പണത്തെക്കാൾ വലുതാണ് ജീവിതത്തിൽ ആദർശവും സത്യസന്ധതയും. ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ മോഹനേട്ടാ. പക്ഷെ സദാനന്ദ സാറ് പറഞ്ഞു വിട്ട ഒരു കക്ഷിയോട് ഞാൻ എങ്ങനെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയും? നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ആരുടെ മുഖത്ത് നോക്കിയും പറ്റില്ല എന്ന് തന്നെ പറയാം. നാരായണൻകുട്ടിയെ പോലൊരു കള്ളന്റെ കേസ് നീ വാദിച്ചാൽ നാളെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? വില്ലേജ് ഓഫീസിൽ വരുന്ന ഒരാളോട് ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുവരാൻ ഞാൻ പറയുമ്പോ വ്യാജരേഖ ഉണ്ടാക്കിയവരുടെ കേസ് വാദിക്കുന്ന ആളല്ലേ വക്കീല്, സാറിന്റെ ഭാര്യ എന്ന് അവർ ചോദിക്കില്ലേ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ചില കണക്കുകൾ ഉണ്ടാവണം. നാരായണൻകുട്ടിയെ പോലൊരാളുടെ കേസ് വാദിച്ചാൽ അതുകൊണ്ടുണ്ടായേക്കാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നീ കണക്കൂട്ടിയിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് അറിഞ്ഞൂടെ മോഹനേട്ടാ. പക്ഷെ അയാൾ ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് വരും. അപ്പൊ ഞാൻ എന്താ പറയുക? കേസ് വാദിക്കാൻ സൗകര്യമില്ല എന്ന് പറയണം. സാധാരണ സാറിന് അത് ഇഷ്ടപ്പെടില്ലെന്ന്. സാധാരണ സാറിന്റെ ഇഷ്ടത്തെക്കാൾ പ്രധാനമാണല്ലോ നിന്റെ ഇഷ്ടം. ഭാമേ, അയാളോട് സംസാരിക്കാൻ നിനക്ക് മടിയുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. മോഹനോട് സംസാരിക്കാൻ അത് നീ എനിക്ക് വിടൂ. ഈ പ്രശ്നത്തിൽ എന്ത് നിലപാടെടുക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഞാൻ കണക്ക് കൂട്ടി കഴിഞ്ഞു. നാരായണൻകുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. അയാള് വന്നെന്ന് തോന്നുന്നു. അതെ, ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാ മതി. എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് എനിക്കറിയാം. ഞാൻ സംസാരിക്കുമ്പോ നീ അതിനിടെ കയറി വരാതിരുന്നാ മതി.
ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു പ്ലാനിങ്. നമസ്കാരം സർ. നമസ്കാരം. വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. മനസ്സിലായി? വക്കീലില്ലേ? വക്കീൽ ഉണ്ട്, പക്ഷേ വക്കീലിന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. വേണ്ട, എനിക്കൊരു തെറ്റ് പറ്റിയെന്നുള്ളത് നേരാ. മേലിൽ ഞാനിത് ആവർത്തിക്കില്ല. എല്ലാവരും പറയാറുള്ള ഒരു ഒഴിവ് കഴിവാണത്. പക്ഷേ ചെയ്ത തെറ്റ് തന്നെയാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അഡ്വക്കേറ്റ് സത്യഭാമ ഇടപെടില്ല. അല്ല സാർ, ഞാൻ വക്കീലിനോടൊന്ന്. വേണ്ട, ഞാൻ വക്കീലിന്റെ ഭർത്താവാണ്. എന്റെ ഭാര്യ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്റെ തീരുമാനത്തിന് എന്റെ ഭാര്യ എതിര് പറയുകയുമില്ല. മനസ്സിലായോ? പക്ഷേ. എന്ത് പക്ഷേ? എന്താ സാറേ? ഒരാളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെപ്പോലുള്ള എത്ര പേരോടാണ് ഞാൻ ഓരോ ദിവസവും സംസാരിക്കാറുള്ളത്? ആളുകളെ പറ്റി എനിക്ക് ഒരു കണക്കൂട്ടലുണ്ട്. ഓ, ആ കണക്കൂട്ടൽ ഒരിക്കലും തെറ്റാറില്ല. ഇപ്പോ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴേ എനിക്കറിയാം നിങ്ങളൊരു പ്രശ്നക്കാരനാണ്. അത്തരം ഒരാളുമായി എന്റെ ഭാര്യ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പോകാം. മേലിൽ അഡ്വക്കേറ്റ് സത്യഭാമ എന്ന എന്റെ ഭാര്യയെ കാണാൻ ഇവിടെയോ വക്കീൽ ഓഫീസിലോ കോടതിയിലോ നിങ്ങൾ ചെന്നാൽ വിവരമറിയും. വിവരമറിയും. സാർ, ഞാൻ പൈസയും കൊണ്ട് വന്നതാ. അറിഞ്ഞിരുന്നു നിങ്ങൾ പൈസയുമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ അറിഞ്ഞിരുന്നു. എന്റെ ഭാര്യ പിന്നെ നിങ്ങൾ എന്താണ് കരുതിയത്? കുറച്ച് പൈസ കണ്ടാൽ കണ്ണ് മഞ്ഞളിച്ച് നീതിയും ന്യായമൊക്കെ വിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് കരുതിയോ? ഈ പൈസയല്ല, 1 കോടി രൂപ കൊണ്ടുവന്നാലും മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊന്നും എന്റെ ഭാര്യ ചെയ്യില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. അറിയോ സാർ? ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം. ഇല്ലെങ്കിൽ മോഹനേഷിന് മറ്റൊരു മുഖം നിങ്ങൾ കാണും. ഇറങ്ങാൻ. കളി മോഹനേഷിനോട്. നാരായണൻകുട്ടി എന്ത് പറഞ്ഞു? എന്തു പറയാൻ? മോഹനകൃഷ്ണൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതുപോലെ ചെയ്യും. അതിനാരുടെയും മുഖം നോക്കില്ല. എന്നാലും നാരായണൻകുട്ടി എന്താ പറഞ്ഞെന്ന് പറ. എന്തു പറയാൻ? നിന്നെ കണ്ടേ പറ്റൂ എന്ന് വാശി പിടിച്ചു. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. പണം കൊണ്ടുവന്നിട്ടുണ്ട് സാർ, വേണ്ട എന്ന് ഞാൻ. ഇനി ഇവിടെ എന്നാൽ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞതോടെ കാലം വിട്ടു. സാധാരണ സാറോട് എന്ത് പറയുന്ന എന്റെ പേടി. പേടിക്കാനില്ല. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന കണക്കൂട്ടിലും ഞാൻ നേരത്തെ നടത്തി കഴിഞ്ഞു. നാരായണൻകുട്ടി ഇവിടെ നടന്ന കാര്യങ്ങൾ സദാനന്ദ വക്കീലിനോട് പറയും. വിഷയത്തിൽ മോഹനകൃഷ്ണൻ സാർ ഇടപെട്ടു എന്ന് പറയുന്നതോടെ സദാനന്ദ വക്കീൽ വാലും ചുരുട്ട് ഓടിക്കോളും. കണ്ടറിയണം. കണ്ടറിയേണ്ട കാര്യമേ ഇല്ല. കാരണം മോഹനകൃഷ്ണന്റെ കണക്കൂട്ടലുകൾ ഒരിക്കലും തെറ്റിയിട്ടില്ല. സാറേ, എന്താ ഒത്തും വീണ്ടും വന്നു? എന്താ കാര്യം? പോയി നോക്ക്. നമസ്കാരം സാർ. ഉത്തരവെന്താ തിരിച്ചു വന്നത്? സാർ എന്ത് പണിയായി കാണിച്ചത്? ഒരാള് കാശുമായിട്ട് വീട്ടിൽ കയറി വന്നിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞു വിടുകയെന്ന് വെച്ചാ? അങ്ങനെ വീട്ടിൽ പൈസയുമായി വരുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാനത് വാങ്ങിയിരുന്നുവെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു? ഞാൻ സാറാണ്. ആരെങ്കിലും കൊണ്ടുവരുന്ന ഏത് പണവും കൈനീട്ടി വാങ്ങുന്ന ഒരാളല്ല. അല്ല, ഇതിപ്പോ വക്കീലിന് തരാൻ കൊണ്ടുവന്ന കാശല്ലേ? ആയിരിക്കും. പക്ഷേ ആ കേസ് വാദിക്കാൻ താല്പര്യമില്ലെന്ന് ഈ വക്കീൽ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി വേറെ ഏതെങ്കിലും വക്കീലിനെ അന്വേഷിക്കേണ്ട കാര്യമല്ല അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അതിനു പകരം
ഈ വക്കീൽ തന്നെ കേസ് വാദിക്കണം പറഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ സോമൻകുട്ടി വന്നതേ വക്കീല് വാദിച്ച് ജയിച്ച കേസിന്റെ ഫീസ് തരാനല്ലേ? സാറേ ആരും ഓ എന്റെ പൊന്ന് സാറേ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ സോമൻകുട്ടിയെ കണ്ടു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു വക്കീലിന്റെ ഫീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമെന്ന്. അപ്പൊ അവൻ പറഞ്ഞു 2-3 ദിവസമായിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഉത്തമ, വക്കീലിന്റെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നതെന്ന്. ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ സോമൻകുട്ടി വീണ്ടും കണ്ട്. അപ്പൊ അവൻ പറഞ്ഞു സാറ് പൈസ വേണ്ട എന്ന് പറഞ്ഞെന്ന്. അത് സോമൻകുട്ടിയായിരുന്നോ? അയ്യേ സാറേ, എന്തൊരു കഷ്ടമാണ്. ഇത്രയും പൈസ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി മാത്രം സാറിന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ആ കാശ് എനിക്ക് വാങ്ങിച്ചു തന്നൂടായിരുന്ന. എന്നാ പിന്നെ ഞാൻ പോട്ടാക്കില്ലേ? സോമൻകുട്ടിയെ ഇനിയും വഴി കണ്ട ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. എനിക്കിന്റെ പൈസ കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് പാടുപെട്ട് കേസ് വാദിച്ച് ജയിച്ചതിന്റെ ഫീസ് അത്. അത് ഞാൻ കരുതിയത് നാരായണൻകുട്ടിയാണെന്നല്ലേ? ആരാണിപ്പോ മോഹനോട് ചോദിച്ചില്ലായിരുന്നോ? അതിപ്പോ മനസ്സിലായി. ജീവിതം മുഴുവൻ കണക്കൂട്ടിലാണല്ലോ. വീട്ടിലൊരാളെ വന്നു കയറുമ്പോ അതാരാണ് എന്ന് ചോദിക്കുന്നതിന് പകരം കണക്കൂട്ടി നോക്കിയിട്ടുണ്ടാവും സാറ്. കണക്കൂട്ടി കഴിയുമ്പോ സോമൻകുട്ടി നാരായണൻകുട്ടിയായി. എന്റെ രൂപ 10,000 പോയി. അയാളുടെ പേര് ചോദിക്കാതിരുന്നത്. ഒരാൾ വീട്ടിൽ വരുമ്പോ മിനിമം അതല്ലേ ആദ്യം ചോദിക്കേണ്ടത്? നാരായണൻകുട്ടിയാണ് വന്നതെന്നാണല്ലോ എന്റെ കണക്കൂട്ടിൽ. അതുകൊണ്ടാ ആ കണക്കൂട്ടിലെ തെറ്റിയെന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. എന്റെ മോഹനേട്ടാ, എല്ലാ കണക്കൂട്ടിലും എല്ലാം ഇപ്പോഴും ശരിയാവണമെന്നില്ല. അതുകൊണ്ട് മനുഷ്യന് ആദ്യം വേണ്ടത് കണക്കൂട്ടാനുള്ള കഴിവല്ല, സാമാന്യ ബുദ്ധിയാണ്. സാമാന്യ ബുദ്ധി. സോമൻകുട്ടിയെ ഉത്തമം കണ്ടുപിടിച്ച് ആ കാശ് കൊണ്ടുവന്നോളൂ. കാശില്ലല്ലോ. 1000 വട്ടം ആലോചിച്ചെടുക്കുന്ന തീരുമാനവും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്നിരിക്കെ ഒരുപാട് കണക്ക് കൂട്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് ഇടശ്ശേരിയാണ്. തുടർച്ചയായ കണക്കുകൂട്ടലുകളിലൂടെ കൃത്യമായി ജീവിക്കാൻ ശ്രമിക്കുന്ന വില്ലേജ് ഓഫീസർക്ക് കണക്ക് കൂട്ടൽ തെറ്റുന്നതും ആദ്യമായിട്ടല്ല. ചില മിസ്റ്റേക്സ്, ബ്ലൂപ്പേഴ്സ് അല്ലെങ്കിൽ ഗൂഫപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല, കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ വെറും സില്ലി ആയിട്ട് തോന്നും, അത് പിന്നെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.